വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ നമസ് ആണ്. അപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാം ഒക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഈ വരുന്ന 21-ന് നമ്മുടെ എക്കണോമിക്സിൻ്റെ എക്സാമാണ്. എല്ലാവരും ഇപ്പോൾ പബ്ലിക് എക്സാമിൻ്റെ ഒക്കെ പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ മിസ് എന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മാക്രോ എക്കണോമിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള കുറേ അധികം വെയിറ്റേജ് ഉള്ള 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് നമ്മുടെ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മണി ആൻഡ് ബാങ്കിങ്ങിൽ നിന്ന് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വരാൻ പോകുന്ന മോഡലുള്ള ചോദ്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് എന്ന് വന്നിട്ടുള്ളത്. അതായത് മണി ആൻഡ് ബാങ്കിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം അല്ലേ. ആദ്യം വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് മണി? നമ്മുടെ പൈസയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. 2 ഫങ്ഷൻസ് ഉണ്ട്. പ്രൈമറി ഫങ്ഷൻസും ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി ഫങ്ഷൻസും ഉണ്ട്. പ്രൈമറി ഫങ്ഷൻസിൽ പറയുന്നു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. പൈസ എല്ലാവർക്കും കോമൺലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. ദെൻ ഒരു കോമൺ മെഷർ ഓഫ് വാല്യൂ ആണ്. സെക്കൻഡറി ഫങ്ഷൻസ് വരുമ്പം സ്റ്റോർ ഓഫ് വാല്യൂ, എത്ര കാലം വേണമെങ്കിലും നമുക്ക് പൈസ സ്റ്റോർ ചെയ്ത് വെക്കാം. ദെൻ സ്റ്റാൻഡേർഡ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്, ഫ്യൂച്ചർ പേയ്മെൻറ്റുകളൊക്കെ നമുക്ക് സെറ്റിൽ ചെയ്യാം. ട്രാൻസ്ഫർ ഓഫ് വാല്യൂ, നമ്മൾ പൈസ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ ആ മൂല്യം നമ്മൾ കൈമാറ്റം ചെയ്യുന്നുണ്ട്. സോ പൈസയ്ക്ക് ഇങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ആകെ 5 പോയിന്റേ ഉള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് നമുക്കൊന്ന് ആൻസർ ചെയ്ത് നോക്കിയാലോ. മണി ഈസ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണോ, യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ആണോ? ഇപ്പം നമ്മൾ ഫങ്ഷൻസ് പഠിച്ചാണല്ലേ. അപ്പോൾ യൂണിറ്റ് ഓഫ് അക്കൗണ്ടുമാണ് മീഡിയം ഓഫ് എക്സ്ചേഞ്ചുമാണ്. അപ്പം നമുക്ക് ബോത്ത് എ ആൻഡ് ബി ആണെന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ അടുത്തത് ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മെൻഷൻ 2 മോട്ടീവ്സ് ബിഹൈൻഡ് ദ ഡിമാൻഡ് ഫോർ മണി. എന്തിനാണ് പൈസ വേണമെന്ന് നമ്മളിങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നത്? അതിൻ്റെ പുറകിലുള്ള മോട്ടീവ്സ് എന്തൊക്കെയാണ്? 2 മാർക്കിന് മാത്രമല്ല, 3 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കാൻ പോകുന്ന ചോദ്യം തന്നെയായിരിക്കും. മെയിൻലി 3 മോട്ടീവ്സ് ആണ് പൈസ വേണമെന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്യാൻ കാരണം. ഒന്നാമത്തത് നമുക്കറിയാം ട്രാൻസാക്ഷൻ മോട്ടീവ് ആണെന്നുള്ളത്. എന്താണ് ട്രാൻസാക്ഷൻ മോട്ടീവ്? നമുക്കറിയാം ഡേ ടു ഡേ എക്സ്പെൻസസ്, ഡേ ടു ഡേ ലൈഫിൽ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൈസ വേണം. അങ്ങനെ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതാണ് ട്രാൻസാക്ഷൻ മോട്ടീവ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് അല്ലേ. പിന്നെ നമുക്ക് സ്പെക്കുലേഷൻ മോട്ടീവ് ഉണ്ട് അല്ലേ. സ്പെക്കുലേറ്റീവ് മോട്ടീവ് എന്ന് നമുക്ക് പറയാം. എന്താണ് സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷെയർസും ബോൺസും സെക്യൂരിറ്റീസും ഒക്കെ നമ്മൾ വില കുറയുമ്പോൾ വാങ്ങി വെക്കും, എന്നിട്ട് വില കൂടുമ്പം അതെടുത്ത് വിറ്റിട്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കും. ഇതാണ് സ്പെക്കുലേഷൻ. അപ്പോൾ അങ്ങനെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ, ഷെയർസ് ഒക്കെ വാങ്ങണമെങ്കിൽ, ബോൺസ് ഒക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് പൈസ വേണം. ഈ ഒരു പ്രോസസ്സിന് നമുക്ക് പൈസ വേണം. അതാണ് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി. ദെൻ അവസാനമായിട്ട് നമുക്കൊരു മോട്ടീവ് കൂടി ഉണ്ട്, പ്രിക്കോഷണറി മോട്ടീവ് അല്ലേ. പ്രിക്കോഷണറി മോട്ടീവ് ഉണ്ട്. അത് ശരിക്കും ഒരു പ്രിക്കോഷൻ എടുക്കൽ തന്നെയാണ്. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരുവാണെങ്കിൽ അത് മീറ്റ് ചെയ്യണമെങ്കിലും പൈസ വേണം. അതിനുവേണ്ടി നമ്മൾ പൈസ വേണമെന്ന് ഡിമാൻഡ് ചെയ്യും. അതാണ് പ്രിക്കോഷണറി മോട്ടീവ്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ ലിക്വിഡിറ്റി ട്രാപ്പ്. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്താണെന്നുള്ളത് നോക്കാം. ശരിക്കും ഇത് സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി, ആ സ്പെക്കുലേഷൻ മോട്ടീവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതെങ്ങനെയാണ് നോക്കാം. അത്യാവശ്യം ട്രിക്കി ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് തന്നെയാണ്. ഈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയഗ്രാം എന്തായാലും പഠിക്കണം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്, ബോണ്ടുകളുടെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ മാക്സിമം ആയിരിക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബോണ്ട് തന്നെ മതി. ആർക്കും പൈസയൊന്നും വേണ്ട, ലിക്വിഡ് ക്യാഷ് ഒന്നും വേണ്ട. അപ്പോൾ നമ്മുടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ആ ഒരു പോയിന്റിൽ 0 ആയിരിക്കും. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് ഏറ്റവും മിനിമം ആയിരിക്കുന്ന സിറ്റുവേഷനിലാണെങ്കിൽ ബോണ്ടിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ കാര്യമായിട്ട് റിട്ടേൺ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ആർക്കും ബോണ്ടൊന്നും വേണ്ട, ഷെയർസ് ഒന്നും വേണ്ട, എല്ലാവർക്കും ലിക്വിഡ് ക്യാഷ് മതി. അങ്ങനെ എക്കണോമിയിൽ എല്ലാവരും അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ ലിക്വിഡ് ക്യാഷ് വേണമെന്ന് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം എക്കണോമി എന്തിലാവുകയാണ്? ലിക്വിഡിറ്റി ട്രാപ്പിലാണ് അല്ലേ. എല്ലാവരും ഇൻഫിനിറ്റ് ആയിട്ട്, അൺലിമിറ്റഡ് ആയിട്ട് ലിക്വിഡ് ക്യാഷ് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഫിനിറ്റി ഡിമാൻഡ് കർവ് എങ്ങനെയാണെന്ന് നമുക്കറിയാം അല്ലേ. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, പാരലൽ ടു എക്സ് ആക്സിസ്. അതുപോലെ അപ്പോൾ ആ റേറ്റ് മിനിമം ആകുന്ന ഒരു സിറ്റുവേഷൻ ആകുമ്പോഴേക്കും നമ്മുടെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് കർവ് എങ്ങനെ പോവാണ്? അത് പാരലലായിട്ട് ഇങ്ങനെ പോവാണ്. ഈ സിറ്റുവേഷൻ എത്തുമ്പോഴേക്കും അത് പാരലലായിട്ട് പോവാണ്. ആ റേറ്റും മിനിമം ആകുന്ന സിറ്റുവേഷനിൽ ഇൻഫിനിറ്റി ആണ്. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി ഇൻഫിനിറ്റി ആണ്. ഈ ഒരു സിറ്റുവേഷൻ ആണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ എക്കണോമി ഒരു ട്രാപ്പിലാവാണ് അല്ലേ. എല്ലാവർക്കും ലിക്വിഡ് ക്യാഷ് കൊടുക്കണം, അതുകൊണ്ട് എക്കണോമി എന്തിലാവാണ്? ഒരു ട്രാപ്പിലാവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ആൻസർ പറയാലോ. വെൻ ആർ ഈക്വൽ ടു മിനിമം സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി എന്താകാണ് സംഭവിക്കുന്നത്? നമുക്കറിയാം അത് ഇൻഫിനിറ്റി ആയി മാറാണ് അല്ലേ. സിമ്പിൾ അല്ലേടാ. ദെൻ അടുത്ത ചോദ്യം, പെർസെൻറ്റേജ് ഓഫ് ഡെപ്പോസിറ്റ് വിച്ച് എ ബാങ്ക് മസ്റ്റ് കീപ്പ് ആസ് ക്യാഷ് റിസർവ്. അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ഈ ക്യാഷ് റിസർവ് എന്നുള്ളതാണ്. അതെന്താണ്? അത് എത്ര പെർസെൻറ്റ്? അതായത് എല്ലാ ബാങ്കുകളും അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം ക്യാഷായിട്ട് റിസർവ് ആയിട്ട് എവിടെ വെക്കണം? നമ്മുടെ RBIയിൽ വെക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ആ പെർസെൻറ്റേജ് എത്ര പെർസെൻറ്റേജിൽ വെക്കണമെന്ന് പറയുന്നു. അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ. ക്യാഷായിട്ട് വെക്കണമെന്ന് പറയുന്നത് നമുക്കറിയാം ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. അത് മാത്രമല്ല കുറച്ചൊക്കെ സെക്യൂരിറ്റി ആയിട്ട് കൂടി വെക്കാൻ വേണ്ടിയിട്ട് RBI പറയുന്നുണ്ട്. അതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR എന്ന് പറയാം. ഈ CRRനെയും SLRനെയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് എന്ത് പറയാം? രണ്ടും കൂടെ ചേർന്ന് തന്നെയാണ് LRR, ലീഗൽ റിസർവ് റേഷ്യോ.
ഓക്കെ, റെഡി അല്ലേ? ദെൻ അടുത്തത്, ഇഫ് ദ ക്യാഷ് റിസർവ് റേഷ്യോ 10% ആണെങ്കിൽ, 10% എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.1 ആയിരിക്കും അല്ലേ. 10% ആണെന്നുണ്ടെങ്കിൽ വാല്യൂ ഓഫ് മണി മൾട്ടിപ്ലയർ എത്രയാണെന്നാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ മണി മൾട്ടിപ്ലയർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയണം, 1/CRR ആണ്. സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 0.1 ആണെന്നുള്ളത്. സോ 1/0.1 എത്രയാണ് എന്ന് നോക്കിയാൽ മതി. റെഡി, അപ്പോൾ 10 ആണ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ക്യാഷ് റിസർവ് റേഷ്യോ 10% ആണെങ്കിൽ മണി മൾട്ടിപ്ലയർ 10 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, റെഡി, സിമ്പിളാണ്. ദെൻ ഇതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് എല്ലാ വർഷവും 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാകാറുണ്ട് ഈ ഒരു ചോദ്യം. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കൺട്രോൾ ഓഫ് മണി സപ്ലൈ ഈസ് വൺ ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്കിൻ്റെ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള ഫംഗ്ഷൻസ് പറയാൻ വേണ്ടി പറയുന്നുണ്ട്. അതൊരു എ ക്വസ്റ്റ്യൻ മാത്രമാണ്, ഒന്ന് നോക്കി നോക്കാം അല്ലേ. ദെൻ കറൻസി ഇഷ്യൂ ചെയ്യുന്നു, ബാങ്കുകളുടെ ബാങ്കായിട്ട് ആക്ട് ചെയ്യുന്നു, ഗവൺമെൻറ്റിന് ബാങ്കിങ് സർവീസസ് ചെയ്തു കൊടുക്കുന്നു, മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നു, ഫോറിൻ റിസർവും ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ കസ്റ്റഡിയിൽ വെക്കുന്നു, ലാസ്റ്റ് റിസോർട്ട് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടാണ്, അതുപോലെ തന്നെ നാഷണൽ ക്ലിയറിംഗ് ഹൗസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, പബ്ലിക്കേഷൻ ഓഫ് ഫിനാൻസ് റിലേറ്റഡ് മാറ്റേഴ്സിലൊക്കെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇത്രയും നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് ആണ്. സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് എന്തായാലും പഠിച്ചു വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇതിൻ്റെ ബി ക്വസ്റ്റൻ എന്താണ്, എക്സാമിൻ ദ വേരിയസ് ടൂൾസ് യൂസ്ഡ് ബൈ ദ RBI ടു കൺട്രോൾ മണി സപ്ലൈ ഇൻ ഇന്ത്യ. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് RBI നമ്മുടെ മണി സപ്ലൈ, ഇന്ത്യയിൽ മണി സപ്ലൈ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. ഒരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെയാണ്, എല്ലാ വർഷവും എസ്സേ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു എസ്സേ ചോദ്യം നിങ്ങൾ എന്തായാലും പഠിക്കണം. സിമ്പിളായിട്ട് പഠിക്കാനുള്ള ട്രിക്കായിട്ട് ഒരു ടേബിൾ മാത്രം മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ടേബിളിലൂടെ നമ്മൾ പഠിക്കുന്നത് നോക്കാം. 3 ടൂൾസാണ് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസിൽ വരുന്നത്. ലീഗൽ റിസർവ് റേഷ്യോ, മിസ് നേരത്തെ പറഞ്ഞ CRR ഉം SLR ഉം ഒക്കെ അല്ലേ. ഇൻഫ്ലേഷൻ്റെ സമയത്ത് ഇതൊക്കെ നമ്മുടെ RBI ഒന്ന് കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഒരുപാട് പൈസ RBIയുടെ കയ്യിൽ വെക്കണം. അപ്പം ലോണായിട്ടൊന്നും കുറേ കൊടുക്കാൻ വേണ്ടി പറ്റില്ല കൊമേഴ്ഷ്യൽ ബാങ്കിന്. അങ്ങനെ എക്കണോമിയിലെ മണി സപ്ലൈ കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇൻഫ്ലേഷനിൽ നമുക്കറിയാമല്ലോ, എക്കണോമിയിലെ മണി സപ്ലൈ കൂടുന്നതാണ് ഇൻഫ്ലേഷൻ. അപ്പോൾ ഡീഫ്ലേഷൻ്റെ സമയത്ത് നേരെ തിരിച്ച് അതൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ടായിരിക്കും. ഇനി അത് തന്നെയാണ് റിപ്പോ റേറ്റിൻ്റെ കേസിൽ നടക്കുക. ഇൻഫ്ലേഷനിൽ കൂട്ടിക്കൊടുക്കുന്നു, ഡീഫ്ലേഷനിൽ കുറച്ച് കൊടുക്കുന്നു. എത്രത്തോളം നമ്മുടെ RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്ന റേറ്റാണ് ഈ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ്റെ സമയത്ത് അധികം കൊടുക്കേണ്ടാത്തത് കൊണ്ട് ആ റേറ്റ് അങ്ങ് കൂട്ടിയാൽ മതി. ഇനി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ RBI ഗവൺമെൻറ് സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യുകയും ബൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ സമയത്ത് എന്തായാലും സെല്ലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. കാരണം പൈസ RBIയിലേക്ക് തിരിച്ചു പിടിക്കണം, എക്കണോമിയിൽ സർക്കുലേഷനിലുള്ള പൈസ തിരിച്ചു പിടിക്കണം. അപ്പോൾ സെല് ചെയ്യുന്നുണ്ടായിരിക്കും. ഡീഫ്ലേഷൻ്റെ സമയത്ത് അതുപോലെ തന്നെ അത് ബൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് പഠിച്ച് വെച്ചേക്കുക. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ വേണം നിങ്ങൾ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ മണി സപ്ലൈ. ഏതൊക്കെ മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ ആണ് നമ്മുടെ RBI കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം M1 ഉണ്ട്, M2 ഉണ്ട്, M3 ഉണ്ട്, M4 ഉണ്ട്. ഒന്ന് പഠിച്ച് വെച്ചേക്കുക. നമുക്കറിയാം മെയിൻലി നമ്മുടെ എക്കണോമിയിലേക്ക് മണി സപ്ലൈ കൊടുക്കുന്നതായിരിക്കുക നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിലും ബാങ്കുകളുണ്ട് നമുക്കറിയാം. ഈ ബാങ്കുകളിലൊക്കെ എന്ത് രീതിയിലുള്ള ഡെപ്പോസിറ്റുകളാണ് ഉണ്ടാവുക? ഒന്ന് ഡിമാൻഡ് ഡെപ്പോസിറ്റും ടൈം ഡെപ്പോസിറ്റും. അതായത് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാൻ പറ്റുന്ന സേവിങ്സ് ഡെപ്പോസിറ്റുകളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിടുന്നതിന് ടൈം ഡെപ്പോസിറ്റ് എന്നും പറയും, ടേം ഡെപ്പോസിറ്റ് എന്നും പറയും. അപ്പോൾ ഇത് രണ്ടും പോസ്റ്റ് ഓഫീസിൻ്റെയും കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിലുണ്ടാവും. അതുകൂടാതെ എക്കണോമിയിൽ സർക്കുലേഷനിൽ കറൻസി ഉണ്ടാവും. അപ്പോൾ M1 എന്ന് പറഞ്ഞാൽ ഈ കറൻസിയും അതുപോലെ തന്നെ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഡിമാൻഡ് ഡെപ്പോസിറ്റും ആഡ് ചെയ്തതായിരിക്കും. അപ്പോൾ അത് വന്നു. M2 എന്ന് പറയുമ്പം M1ൻ്റെ കൂടെ നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, എല്ലാം വരണം. പോസ്റ്റ് ഓഫീസിൻ്റെ DD യും TD യും വരണം, കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ TD യും DD യും വരണം. ഓക്കെ, ഇനി നോക്കാം. M3 ആകുമ്പോഴേക്കും ഈ M1ൻ്റെ കൂടെ തന്നെ, M2 അല്ല, M1ൻ്റെ കൂടെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ TD വന്നു. ഇനി എന്തുകൂടി വരാണ്ട്? പോസ്റ്റ് ഓഫീസിൻ്റെ TD കൂടി വരാണ്ട് അല്ലേ. അപ്പോൾ M4ലെ M3യുടെ കൂടെ എന്താ ആഡ് ചെയ്യുന്നത്? പോസ്റ്റ് ഓഫീസിൻ്റെ എല്ലാ ഡെപ്പോസിറ്റും ആഡ് ചെയ്യുന്നു. അങ്ങനെ എക്കണോമിയിൽ സർക്കുലേഷനിലുള്ള എല്ലാ മണി സപ്ലൈയും കൊടുത്തിട്ടുണ്ട് ഇവിടെ. M1, M2, M3, M4. ഇതിൽ M1 M2 നാരോ മണി ആണെങ്കിൽ M3 M4 ബ്രോഡ് മണിയാണ് എന്നും കൂടെ ആലോചിക്കാം. ഓക്കെ, ദെൻ ഏറ്റവും മോസ്റ്റ് ലിക്വിഡ് M1 ആണെങ്കിൽ ലീസ്റ്റ് ലിക്വിഡ് M4 ആണ് എന്ന് ആലോചിക്കാം. പിന്നെ M3ക്ക് വേറൊരു പേര് കൂടിയുണ്ട്, അഗ്രിഗേറ്റ് മോണിറ്ററി റിസോഴ്സ്. ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മണി ആൻഡ് ബാങ്കിങ് കഴിയാണ്. ഇത്രയും കാര്യങ്ങളാണ് മണി ആൻഡ് ബാങ്കിങ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കണ്ടന്റ് വീഡിയോസൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.